മൂന്നാർ ടൗണിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്തി ഓടിച്ച നാട്ടുകാരും വനപാലകരും. ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള ആനയാണ് ടൗണിൽ എത്തിയത്. ടൗണിനോട് ചേർന്നുള്ള ചോല വനത്തിലാണ് ആന നിലയുറപ്പിച്ചിരുന്നത്. സന്ദീപ് രാജാക്കാടുണ്ട് വിശദാംശങ്ങളുമായി. സന്ദീപ്, കാട്ടാന എപ്പോഴാണ് ഈ ടൗണിലേക്ക് എത്തിയത്? ഇത് തിരിച്ച് വനത്തിലേക്ക് തന്നെയാണോ തുരത്തി ഓടിച്ചിട്ടുള്ളത് നിലവിൽ? അയ്യോ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വൈകുന്നേരം ഒരു 8:30 കൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന ഈ ഒരു മൂന്നാർ ടൗണിലേക്ക് എത്തുന്നത്. മൂന്നാർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം ആകെ എത്തിക്കൊണ്ടിരുന്ന, ഇല്ലെങ്കിൽ പടയപ്പ എന്ന് പറയുന്ന ഒരു ആനയായിരുന്നു ഇതുവരെ ശല്യമായിട്ട് ഉണ്ടായിരുന്നത് എങ്കിൽ മറ്റ് കാട്ടാനകൾ കൂടി മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന നിരന്തരമായി മൂന്നാർ ടൗണിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മൂന്നാർ ടൗണിൽ പടയപ്പയുടെ ഒരു സാന്നിധ്യവും ഒപ്പം തന്നെ നിരവധിയായ ആക്രമണങ്ങളും ഉണ്ടാകുന്നു. അതിനെതിരെ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയൊരു കാട്ടാന കൂടി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. രാത്രി ഒരു 8:30 കൂടി തന്നെ കാട്ടുകൊമ്പൻ എത്തുന്നു. SBI മൂന്നാർ ശാഖയ്ക്ക് സമീപത്തെ ഒരു പെട്ടിക്കട നിൽക്കുന്നുണ്ട്. ആ പെട്ടിക്കടയ്ക്ക് പിൻഭാഗത്ത് വെച്ചാണ് ആദ്യം ആനയെ കാണുന്നത്. പിന്നീട് അവിടെ അതിന് സമീപത്തായിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഗൈഡുമാരും ഒക്കെ തന്നെ വിനോദസഞ്ചാരികളും ഈ ആനയെ കണ്ട് ഭയം ഓടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് നാട്ടുകാരും ഒപ്പം തന്നെ വനംവകുപ്പിന്റെ RRT സംഘവും വളരെ വേഗത്തിൽ അവിടേക്ക് എത്തുകയാണ് ചെയ്തത്. അവിടെ നിന്നും പിന്നീട് പടക്കം പൊട്ടിച്ച് കാട്ടാനയെ തുരത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൂന്നാർ ജനത തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കാട്ടാന ശല്യം മറ്റേതെങ്കിലും ഒരു മേഖലയിൽ, എസ്റ്റേറ്റ് മേഖലയിലോ മറ്റൊന്നുമല്ല, മൂന്നാറിന്റെ ടൗണിന്റെ ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ ടൗണിന്റെ ഒരു ഹൃദയഭാഗത്തേക്ക് കാട്ടാന ശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുന്നു. ടൗണിലേക്ക് ഈ കാട്ടാനകൾ ഇറങ്ങുമ്പോൾ പോലും വനം വകുപ്പിന്റെ കാര്യക്ഷമമായ സന്ദീപ് ഇപ്പോൾ ടൗണിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്രദേശവാസികൾക്കൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ജാഗ്രതാ നിർദ്ദേശം, ആ തരത്തിലുള്ള യാതൊരുവിധ നിർദ്ദേശങ്ങളും ഇതുവരെ വനംവകുപ്പ് നൽകിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതാണ്. കാരണം ഈ മൂന്നാർ ടൗൺ എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളടക്കം എത്തുന്ന ഒരു പ്രദേശമായിരുന്നു. ശരി, മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള ചോല വനത്തിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്നാണ് വിവരങ്ങൾ നൽകുന്നത് സന്ദീപ് രാജാക്കാട്.